മലബാറിലെ സീറ്റ് പ്രതിസന്ധിയിൽ വീണ്ടും ഒളിച്ചു കളിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സീറ്റ് ക്ഷാമം ഇല്ലെന്ന് മന്ത്രി നിയമസഭയിൽ ആവർത്തിച്ചു. എന്നാൽ സർക്കാർ വെബ്സൈറ്റിലെ കണക്കുമായി മന്ത്രിയുടെ കണക്കുകൾ പൊരുത്തപ്പെടുന്നില്ലെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിചിത്രവാദം. VHC, ITI, അൺഎയ്ഡഡ് +1 സീറ്റുകൾ കൂട്ടിച്ചേർത്താണ് മലബാറിൽ പ്രതിസന്ധിയില്ലെന്ന് മന്ത്രി വാദിച്ചത്. മന്ത്രി നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ച കണക്കുകൾ പ്രകാരം മലപ്പുറത്ത് 5000-ലേറെ സീറ്റുകൾ കൂടുതലാണ്. വിചാരിക്കുന്ന വിദ്യാർത്ഥിക്ക് വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടണമെന്ന് വെച്ചാൽ അങ്ങേ മന്ത്രിയാക്കിയാലും നടക്കില്ല. 2021, 22, 23 വർഷങ്ങളിൽ അവിടെ സംസ്ഥാനത്താകെ തന്നെ അഡ്മിഷൻ പൂർത്തീകരിച്ച അവസരത്തിൽ 1000 മുതൽ 5000 വരെയുള്ള സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ച് തന്നെ ഞാൻ പറയുകയാണ്. 1 അലോട്ട്മെന്റ്, 2 അലോട്ട്മെന്റ്, 3 അലോട്ട്മെന്റ് കഴിഞ്ഞ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് 3 അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം പരിശോധിക്കാം എന്നുള്ള കാര്യം പറയുന്നു. മലബാറിലെ എല്ലാ ജില്ലകളിലും +1 സീറ്റ് ക്ഷാമമുണ്ടെന്ന് പ്രതിപക്ഷം വാദിച്ചു. 1.5 ലക്ഷത്തോളം കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കില്ലെന്നും പ്രമേയാവതാരകൻ N. ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. മലബാർ മേഖലയിൽ ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിക്ക് അവൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന സയൻസ് ബാച്ച് കിട്ടുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ കേവലം പാസ്സായ കുട്ടിക്ക് സയൻസ് ബാച്ച് കിട്ടും. നിയമസഭയിൽ വസ്തുതാവിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ. മലബാറിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ മോഹങ്ങളുടെ ചിറക് സർക്കാർ അരിഞ്ഞുകളയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊന്നാനിയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് നിലമ്പൂർ അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റുമോ? അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.